കൊല്ലം കൊട്ടിയത്തിന് സമീപം മൈലക്കാട് ദേശീയപാത ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തയിലേക്കാണ്. സൈഡ് വാൾ സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞാണ് വീണത്. വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്താണ് റോഡ് ഇടിഞ്ഞത്. അതിനുശേഷം ഒരു വലിയ ഗതാഗത ഗർത്തം തന്നെ അവിടെ രൂപപ്പെട്ടു. തലനാരിഴയ്ക്കാൻ ഒരു വലിയ ദുരന്തം ഒഴിവായത്. അതേസമയം അപകടത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയോട് പൊതുമരാമത്ത് സെക്രട്ടറി വിശദീകരണവും ആവശ്യപ്പെടും. നടക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് വാർഡ് മെമ്പർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ഷമീർ അബ്ദുൾ നമുക്കിപ്പം ചേർന്നുണ്ട്. ഷമീറെ, ഇതിപ്പം ഒരു തുടർക്കഥ എന്ന് തന്നെ പറയാം. ഈ റോഡ് നവീകരണം, അതിന്റെ ഭാഗമായിട്ട് അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം, അത് പിന്നീട് സൈഡ് വാൾ ഇടിഞ്ഞു വീഴുന്നു. ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് തലനാരിഴയ്ക്ക് ഒരു വൻ അപകടം ഒഴിവായതാണ്. കാരണം അവിടുത്തെ ഒരു ഗർത്തം, ഒരു കുഴി പോലെ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? നിലവിലെ സാഹചര്യം എന്താണ് ഷമീർ? സേതുലക്ഷ്മി, കേൾക്കാമോ? കേൾക്കാം ഷമീറെ, പറഞ്ഞോ. അതായത് 4 മണിയോടുകൂടിയാണ് സേതുലക്ഷ്മി ഇത്തരത്തിൽ വലിയൊരു അപകടം ഈ ദേശീയപാത മൈലക്കാട് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ സൈഡ് വോൾ, ഇത്രത്തോളം ഉയരത്തിലുള്ള ഈ സൈഡ് വോൾ, ഇവിടെ ഒരു വയലാണ്. ഈ വയൽ പ്രദേശത്താണ് ഈ നെൽവയൽ നികത്താതെ ഈ അശാസ്ത്രീയമായി ഈ ഉയരപ്പാത ഇവിടെ കെട്ടിവെച്ചത്. ഇതിനുശേഷം ഈ പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഉഗ്ര ശബ്ദത്തോടുകൂടി ഇവിടെ ഈ പാത ഇടിഞ്ഞത്. നമുക്ക് ഇവിടെ വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ആരും കൂടി നിൽക്കാൻ പാടില്ല എന്ന് പോലീസ് പറഞ്ഞിട്ട് പോലും ഇവിടെ രാഷ്ട്രീയമായി ഇവിടെ ഒരു പ്രതിഷേധം അവർ സംഘടിപ്പിക്കുന്നു. അങ്ങനെ പോലീസ് അതിലിപ്പോൾ ഇടപെടുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് നേരത്തെ മലപ്പുറം കൂരിയാടുണ്ടായ സംഭവത്തിന് സമാനമായ സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം വലിയ ജനക്കൂട്ടം ഈ പ്രദേശത്ത് കൂടിയിട്ടുണ്ട്. ദേശീയപാതയിലുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. അതായത് ഇതൊരു അറിയിപ്പായിട്ട് കൂടി യാത്രക്കാർ കരുതണം. അതായത് തിരുവനന്തപുരം ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നവർ ഈ പാത ഉപയോഗിക്കാൻ കഴിയില്ല, അവർ മറ്റ് വഴികളിലൂടെ സഞ്ചരിക്കണം എന്ന് മാത്രമാണ് പോലീസ് ഇപ്പോൾ, അതായത് കുണ്ട്രയടക്കമുള്ള ഭാഗങ്ങളിലൂടെ കൊട്ടാരക്കര MC റോഡ് ഉപയോഗിക്കണമെന്നാണ് നിലവിലിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഉഗ്ര ശബ്ദത്തോടു കൂടി റോഡ് ഇടിഞ്ഞു താഴുകയും റോഡിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. സ്കൂൾ കുട്ടികളുമായി വന്ന ഒരു സ്കൂൾ ബസ്, അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ സ്കൂൾ ബസ് വരുന്നു. തൊട്ടു പിന്നാലെ 3 കാറുകളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ 3 കാറുകളിലും യാത്രക്കാരുണ്ടായിരുന്നു. ഈ യാത്രക്കാരുള്ള സമയത്താണ് ഇത്തരത്തിൽ ഉഗ്ര ശബ്ദത്തോടു കൂടി ഇത്തരം ഒരു റോഡ് ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്കൂൾ കുട്ടികളെ വളരെ വേഗത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുത്തി മറ്റ് വാഹനങ്ങളിൽ കടത്തി അവരെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും സ്ഥലം MLA ജയലാൽ വരുന്നുണ്ട്. അദ്ദേഹം ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നു. എന്തായാലും ഇതൊരു വലിയ അപകടം ഒഴിവായി എന്ന് വേണം പറയാനല്ലേ? അതെ, ഇപ്പോൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നുകൊണ്ട് പറയാം. ഈ സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ? സ്കൂട്ടറുകളുണ്ടായിരുന്നു മനസ്സിലാക്കുന്നല്ലേ? ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അത് പിന്നെ വളരെ വലിയൊരു അപകടം ഒഴിവായി കിട്ടിയെന്നുള്ളതാണ്. എങ്കിലും ഈ നിർമ്മാണ പ്രവർത്തനം കാണുമ്പോൾ വലിയ ആശങ്കയിലാണ് ഞങ്ങളെല്ലാം. ജനങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ മേളിൽ കൂടെ യാത്ര ചെയ്യുക? നമ്മുടെ സാധാരണ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ പോലും അതിൻ്റെ സോയിൽ ടെസ്റ്റ് നടത്തി ഡിസൈൻ വിങ്ങൊക്കെ വളരെ ജാഗ്രതയോടുകൂടിയാണ് നമ്മുടെ സാധാരണ കെട്ടിടങ്ങൾ പോലും നിർമ്മിക്കുന്നത്. അല്ല, എൻ്റെ ഒരു സംശയത്തിൽ നോക്കിയത് ശിവാലയ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ നിർമ്മാണ പ്രവർത്തനം. ഈ മണ്ണ് പരിശോധന സാധനം നടത്താറുണ്ടല്ലോ, ഇവിടെ മണ്ണ് പരിശോധന നടത്തിയില്ല എന്നാണ് MLAയുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. അത് സമഗ്രമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ ഒരു 3 നില കെട്ടിടം ചെയ്യുമ്പോൾ പോലും നമ്മുടെയൊക്കെ എക്സ്പീരിയൻസിൽ സോയിൽ ടെസ്റ്റ് നടത്തി അത് വിദഗ്ധമായി പരിശോധിച്ച് ഡിസൈൻ തയ്യാറാക്കിയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത്രയും വലിയ കൺസ്ട്രക്ഷൻ, ഇവിടെ ചതുപ്പ് പ്രദേശമാണ്. ഈ ചതുപ്പ് പ്രദേശത്ത് അത്തരത്തിലുള്ള പഠനം നടത്തി കാണില്ല എന്നാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത്. അത് ഇവിടെ മാത്രമാണോ? ഇനി എവിടെയൊക്കെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നുള്ള ആശങ്കയിലാണ്. വളരെ സമഗ്രമായ അന്വേഷണമാണ് ഇതിനെ സംബന്ധിച്ച്. മലപ്പുറം കൂരിയാട് ഉണ്ടായ സംഭവത്തിന് സമാനമായ സംഭവം തന്നെ കരുതുന്നല്ലേ? തീർച്ചയായിട്ടും കൂരിയാട് സംഭവിച്ചതാണല്ലോ. ഈ സോയിൽ ടെസ്റ്റ് നടത്താതെ ഭൂമിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നുള്ളതാണല്ലോ അവിടെ കണ്ടെത്തിയത്. അത് സമഗ്രമായി ഇതും അന്വേഷിക്കണം. എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഗതാഗത ക്രമീകരണങ്ങളൊക്കെ നടത്തുക? പോലീസ് എന്തെങ്കിലും അങ്ങനെ അറിയിച്ചിട്ടുണ്ട്? പോലീസ് ഇവിടെ കണ്ണനല്ലൂർ റൂട്ടിൽ വണ്ടി തിരിച്ചുവിടുകയാണ് ഇപ്പോൾ. ഇപ്പോൾ ഒരു അപകട സാധ്യത വീണ്ടും ഇവിടെ നിലനിൽക്കുന്നു അല്ലേ? ആളുകൾ ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴും ഇത് ഇടിഞ്ഞു വീഴാൻ ഒരു സാധ്യതയുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അങ്ങനെ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ഈ മറുഭാഗം സേഫ് ആണോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. അവിടെ വാഹനങ്ങൾ അതെ അത് കളക്ടറിങ്ങായിട്ട് വരുന്നുണ്ട്. അത് കളക്ടറോട് വന്നിട്ട് തീരുമാനിക്കാൻ നോക്കിയാണ്. അതായത് എറണാകുളം വരുന്ന ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ സൈഡിൽ കൂടെ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
സേതുലക്ഷ്മി MLA പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് തൊട്ട് മറുവശം, അതായത് നമുക്ക് ഈ കെട്ടിവച്ചിരിക്കുന്ന ഈ ഉയരപ്പാതയുടെ മറുവശത്തു കൂടി എറണാകുളം ഭാഗത്തേക്ക്, അതായത് തിരുവനന്തപുരത്ത് ഫുള്ള് ഇടിഞ്ഞു നിൽക്കുകയാണല്ലേ, എല്ലാ കട്ടകളും ഇടിഞ്ഞു നിൽക്കുകയാണല്ലേ? തീർച്ചയായിട്ടും സേതുലക്ഷ്മി, മുഴുവനും ഇടിഞ്ഞ് താണ്. നമുക്ക് താഴേക്ക് ദൃശ്യങ്ങൾ, വിജീഷ്, താഴേക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴറിയാം ഈ റോഡ് എത്രത്തോളം താഴേക്ക് പോയി എന്നുള്ളത്. അതായത് ഈ ഇടിഞ്ഞ് താന്ന് കോൺക്രീറ്റ് പില്ലറുകൾ ഇടിഞ്ഞ് കുത്തനെ വെള്ളം ഒഴുകുന്നത് കാണാം. അതായത് ഒരു നെൽവയലിൽ നിന്നും വരുന്ന വെള്ളം ഈ ഭാഗത്തൂടെ കടന്ന് ഈ റോഡിൻ്റെ മറുവശത്തേക്ക്, ഇത് കലുങ്കാണ് ഇത്, ഈ കലുങ്കിൻ്റെ മറുവശത്തു കൂടി ഇത് കടന്നു പോവുകയാണ് ഈ വെള്ളം. അതായത് ഇതിൻ്റെ അടിവശത്തായി വലിയ കലുങ്ക് അവർ നിർമ്മിച്ചിട്ടുണ്ട്, ഇത് മറുവശത്തേക്ക് കടന്നു പോവുകയാണ്. ആ മറുവശത്തു കൂടി എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത് സുരക്ഷിതമാണോ എന്ന് ഇപ്പോൾ MLA അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ കളക്ടർ ഈ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം എത്തും.